ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മാരുതി സുസുക്കി ആൾട്ടോ 800 ആണ്. ഇതിൻ്റെ എൻജിൻ ടൈമിങ് 1,00,000 സർവീസാണ്. അപ്പോൾ അതിൻ്റെ ടൈം ബെൽറ്റും വാട്ടർ പമ്പും അങ്ങനെ കുറേ കാര്യങ്ങൾ മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എൻജിൻ ടൈമിങ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്കിതിൻ്റെ ക്രാങ്കിൻ്റെ ടൈമിങ് നോക്കാം. നമ്മൾ ക്രാങ്കിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ കീ സ്ലോട്ട് മുകളിലോട്ടായിരിക്കും ഇരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കീ സ്ലോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കുത്ത് കാണാനായിട്ട് സാധിക്കും. ഈ കുത്തിന് നേരെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു മാർക്ക് കാണാനായിട്ട് സാധിക്കും. ആൾട്ടോയും ആൾട്ടോ 800 തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആൾട്ടോയ്ക്ക് വന്നിട്ട് ഈ ഒരു കുത്ത് കാണത്തില്ല, അതിന് പകരം വേറൊരു പ്രൊജക്റ്റ് ചെയ്ത ഭാഗമായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ആൾട്ടോ 800 വന്നിട്ട് ക്രാങ്കിൻ്റെ ടൈമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കീ സ്ലോട്ട് മുകളിലോട്ടായിരിക്കും. അതിൻ്റെ നേരെ മുകളിലൊരു കുത്ത് കാണും. അത് നേരെ പോകുമ്പോൾ ഇവിടെ ഈ കാണുന്ന ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗം ബ്ലോക്കിൽ കാണുന്നത്, ആ ഭാഗമായിട്ടായിരിക്കും ഇത് മാച്ചിങ് വരുന്നത്. ഇനി ഇതിൻ്റെ ക്യാമിൻ്റെ മാർക്ക് നമുക്ക് നോക്കാം. നമ്മൾ ക്യാമിൻ്റെ മാർക്ക് നോക്കുന്ന സമയത്ത് ഈ കീ സ്ലോട്ട് മുകളിലോട്ടായിരിക്കും. അപ്പോൾ ഈ കീ സ്ലോട്ട് മുകളിലോട്ട് വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു വെട്ട് കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്ന ആ ഒരു ചെറിയ വെട്ട്. അപ്പോൾ ഈ വെട്ടും നേരെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു മാർക്കാണ്, ഒരു ചെറിയ കുഴിയിലൊരു മഞ്ഞ മാർക്ക് കാണും. അഥവാ ഈ മഞ്ഞ മാർക്ക് ഇല്ലെങ്കിൽ ഇവിടെ ചെറിയ കുഴി കാണാനായിട്ട് സാധിക്കും. ഒരു തടം പോലെ, ഒരു ആരോ താഴോട്ട് നിൽക്കുന്ന പോലെ ഒരു തടമുണ്ട്. അപ്പോൾ ആ തടത്തിന് നേരെയായിരിക്കും ഇതിൻ്റെ മാർക്കിങ് വരുന്നത്, ഈ കാണുന്ന വെട്ടുമായിട്ട്. ഈ കേസിലോട്ട് മുകളിലോട്ടായിരിക്കും. അപ്പോൾ എങ്ങനെയായിരിക്കും ആൾട്ടോ 800 എൻജിൻ ടൈമിങ് വരുന്നത്? അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കിയത് ആൾട്ടോ 800 എൻജിൻ ടൈമിംഗ് ആണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.